ഏതായാലും 2031 കേരളത്തിൽ BJP തൂക്കുകയില്ല എന്നതാണ് യഥാർത്ഥ സത്യം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവര് ചാണകമൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ തലയിലുള്ളത്. അവര് ദൈവവിശ്വാസികളാണെങ്കിൽ പോലും അവര് ആത്യന്തികമായിട്ട് അവര് തീവ്ര വിശ്വാസികളല്ല, വിശ്വാസികളാണ്. അതുപോലെ തന്നെ അവരുടെ തലത്തിൽ ആൾതാമസമുണ്ട്. അവരിതുപോലെയുള്ള പ്രവർത്തികൾക്ക് ഒരു പ്രതിരോധ കോട്ട സൃഷ്ടിക്കും. ആ പ്രതിരോധ കോട്ടയിൽ താറുമാറായി തകർന്നു പോവുക മാത്രമേ BJPക്ക് ഉണ്ടാവുകയുള്ളൂ. BJP ഇനിയും പതിറ്റാണ്ടുകൾ കേരളത്തിൽ കാത്തിരിക്കേണ്ടി വരും ഒരു വളരണമെന്നുണ്ടെങ്കിൽ. 1980 ഗൾഫ് വാർ നടന്നിട്ടുണ്ട്. ആ 80 നടന്ന യുദ്ധം 88 വരെ നീണ്ടുനിന്നു. 8 വർഷക്കാലം നീണ്ടുനിന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടായില്ല. അത് കഴിഞ്ഞ ശേഷം 90 വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 91 വരെ ആ യുദ്ധം നീണ്ടുനിന്നു. അന്നും നമ്മളുടെ രാജ്യത്ത് നമ്മൾ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസം 28 പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങൾ അത് നീണ്ടു നിൽക്കുമ്പോൾ ഗ്യാസിന്റെ ലഭ്യത നമുക്ക് ഇവിടെ കുറഞ്ഞു വരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി വരുന്നു. എല്ലാം കൊണ്ടും ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ്. വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കടന്നു പോകുന്നത്. വിശിഷ്യ കേരളവും. നമ്മുടെ ഇന്ത്യയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുകയാണ്. അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നാം ഫേസ് ചെയ്യുന്നത്. 2026 നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു 12 വർഷങ്ങൾ മുമ്പിലേക്ക്, അതായത് പിറകിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ്. UPA ഗവൺമെന്റ് ഭരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഗ്യാസിന് വിലയും അതുപോലെ തന്നെ ഗ്യാസിന് ലഭ്യത കുറവും ഉണ്ടായിട്ടില്ല. വില ഒരു നിശ്ചിത 450 രൂപയ്ക്ക് അടുത്തായിരുന്നു ഗ്യാസിന് വില അന്നുണ്ടായിരുന്നത്. നിത്യോപ സാധനങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ന് കാണുന്ന അത്രയും വില വർധനവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് 2026 നിൽക്കുമ്പോൾ നിത്യോപ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വില വർധനവ് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിക്കാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനേഴ്സിനുള്ള അവരുടെ പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ പുതിയ പുതിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങൾ, പുതിയ പുതിയ മാനുഫാക്ചറിങ് ഫാക്ടറികൾ, പുതിയ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളൊന്നും തന്നെ നിലവിൽ കേരളത്തിൽ ഉണ്ടാവുന്നില്ല. തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 5 കിലോമീറ്റർ വ്യത്യാസത്തിൽ പുതിയ ഫാക്ടറികളും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉൾപ്പെടെ വരുമ്പോൾ കേരളത്തിൽ ആ സംസ്ഥാനങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ വളർച്ച വളരെയധികം പിന്നാക്കമാണ്. 2025 വരെയുള്ള നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദേശ രാജ്യങ്ങൾ സന്ദർശനം നടത്തി അവിടുന്ന് നമ്മുടെ ഈ കേരളത്തിലേക്ക് സംഭാവനയായിട്ട് അല്ലെങ്കിൽ വിദേശ മൂലധന നിക്ഷേപം നടത്തുവാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന വികസന നേട്ടം എന്ന് പറയുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്തുമാത്രം ഉണ്ടെന്ന് വലിയ ഒരു വളർച്ച നമുക്കുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏകദേശം 3300 കോടിയുടെ വിദേശ നിക്ഷേപം കേരളത്തിൽ വന്നു എന്നാണ് പറയുന്നത് 2025 കാലഘട്ടത്തിൽ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനത്ത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് ഇവരൊക്കെ തന്നെ വളരെയധികം ഭീമമായ തുകകൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവരുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വികസന കാഴ്ചപ്പാടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ
വളരെ നല്ല രീതിയിലുള്ള ഒരു പരവതാനി വിരിച്ചുകൊണ്ട് വ്യവസായ സംരംഭങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം. അതിൽ കേരളത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ പരാജയപ്പെടുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ കേരളം വലിയ സാമ്പത്തിക പരാധീനതയിലേക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ നാട് പോകും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യം ഭരിക്കുന്നു. 1980 ഗൾഫ് വാർ നടന്നിട്ടുണ്ട്. ആ 80 നടന്ന യുദ്ധം 88 വരെ നീണ്ടുനിന്നു. 8 വർഷക്കാലം നീണ്ടുനിന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടായില്ല. അത് കഴിഞ്ഞ ശേഷം 90 വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 91 വരെ ആ യുദ്ധം നീണ്ടുനിന്നു. അന്നും നമ്മളുടെ രാജ്യത്ത് നമ്മൾ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നില്ല. അന്നും ഗ്യാസിന്റെ ക്ഷാമമോ അല്ലെന്നുണ്ടെങ്കിൽ നിത്യോപസാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധനവോ നമുക്കത് ഫീൽ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസം 28 പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങൾ അത് നീണ്ടു നിൽക്കുമ്പോൾ ഗ്യാസിന്റെ ലഭ്യത നമുക്ക് ഇവിടെ കുറഞ്ഞു വരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി വരുന്നു. എല്ലാം കൊണ്ടും ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ്. അതിലെ ഏറ്റവും കൂടുതൽ ദൈന്യത അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകളും അവരുടെ ജീവിതം നല്ല നിലയിലേക്ക് പോകാം. ഏറ്റവും താഴെ നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക മേഖല ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനവിഭാഗത്തിനും എല്ലാവിധ ആനുകൂല്യങ്ങളും ഗവൺമെന്റ് തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവര് ഒരു വീട്ടിൽ 2 അംഗങ്ങളുണ്ടെങ്കിൽ 2 ആണുങ്ങളുണ്ടെങ്കിൽ അവര് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം 15,000 രൂപ വരുമാനമുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അംഗത്തിന് അവരുടെ വരുമാനദായകനാവുന്ന ആ വ്യക്തിക്ക് ജീവിതം കരിപ്പിടിച്ചു കൊണ്ടുപോകുവാനായിട്ട് ഇന്ന് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ അവസ്ഥ, ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ. ഈ അവസ്ഥ നിൽക്കുമ്പോൾ 2031 BJP ഇവിടെ തൂക്കുമോ എന്ന ഒരു ചോദ്യം ചില സൈബർ ഇടങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് ഉത്തരം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിഷ്ടം അത് തന്നെയാണ്. തൃശ്ശൂര് ഒരു സീറ്റ് നമുക്ക് സുരേഷ് ഗോപിക്ക് കിട്ടി. പൂരം കലക്കിയതു പ്രകാരമുള്ള വിവാദപരമായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. അതിനവസരം ഉണ്ടാക്കി കൊടുത്തതും ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്തതും ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതേപോലെയുള്ള സംവിധാനം അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അവർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ ചില കുബുദ്ധികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, നഗ്നമായ സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനു മുമ്പ് പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയെ വന്ന് കാണുകയും മുഖ്യമന്ത്രിയുമായിട്ട് അവര് പരസ്പരം ഇവിടെ കണ്ടുമുട്ടുകയും അവിടെ ചില നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയുമോ? കാര്യം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 38 തവണയിലധികമായിട്ട് ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം വരുന്ന 2 സംവിധാനങ്ങളാണ്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED, CBI പോലെയുള്ള സംവിധാനങ്ങൾ. ആ സമയത്ത് കേരളത്തിൽ ഇത് വരും, പക്ഷേ പെട്ടെന്ന് തന്നെ അത് ധാരണയായിട്ട് പോകും എന്നതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെയും നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഒരു സാധാരണക്കാരൻ സംശയിക്കുകയാണ്, ഇതിൽ ന്യായമില്ലേ? മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും തമ്മിൽ ചില അന്തർധാരയുണ്ട്, CPM-ഉം BJP-യും തമ്മിൽ ചില അന്തർധാരയുണ്ട് എന്ന് സാധാരണക്കാർ സംശയിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ സംശയത്തിന് ആക്കം കൂട്ടുന്ന വസ്തുതയല്ലേ ഇത്? ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ കേസ് വരികയും അദ്ദേഹത്തെ ജയിലടയ്ക്കുകയും ചെയ്തു. ഇവിടുത്തെ മുഖ്യമന്ത്രി ജയിലടയ്ക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ED എന്ന ഒരു പേര് വരും, പെട്ടെന്ന് തന്നെ അവര് സറണ്ടർ ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ നാം കണ്ടതാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സൈബർ ഇടങ്ങൾ അവരെ ആർത്ത് തിമിർത്ത് അവർ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരായ ജനങ്ങൾ അവർ ചിന്തിക്കുന്നവരാണ്, അവരും പ്രബുദ്ധരാണ് എന്ന് സൈബർ ഇടങ്ങൾ കൂടി ചിന്തിച്ചാൽ നല്ലത്. ഏതായാലും അങ്ങനെ ഒരു ചിന്താശക്തി ഇന്ന് നമ്മളുടെ വായുവിലുണ്ട്. അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ വായുവിലുണ്ട്, അങ്ങനെ ഒരു സംശയം നമ്മുടെ വായുവിലുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ട് മനസ്സിലാകാത്തത് സഖാക്കന്മാർക്ക് മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും BJP ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളക്കൂറുള്ള മണ്ണ് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരുക്കി കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. BJPയുടെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മുക്ത ഭാരതമെന്നാണ് BJPക്കാർ പതിറ്റാണ്ടുകളായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ ആഗ്രഹത്തിന് അതിന് യഥാർത്ഥത്തിൽ കാരണമുണ്ട്. കാരണം കോൺഗ്രസ് തകർന്നാൽ മാത്രമേ BJPക്ക് വളരാൻ പറ്റുകയുള്ളൂ. അവർക്ക് കോൺഗ്രസ് തകരണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുമ്പോഴും അവർക്ക് BJPക്ക് സന്തോഷമാണ്. കാരണം BJPക്ക് ഇവിടെ ജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസിനെ തകർക്കുവാനായിട്ട് ഇടതുപക്ഷത്തെ സഹായിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ തകരും, തളരും. അതുവഴി BJPക്ക് വളക്കൂറുണ്ടാക്കിയെടുക്കുവാനും കഴിയും. ആ ഒരു അന്തർധാര കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തില് സജീവമായി നിലനിൽക്കുകയാണ്. ഏതായാലും 2031 കേരളത്തില് BJP തൂക്കുകയില്ല എന്നതാണ് യഥാർത്ഥ സത്യം. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവര് ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ തലയിലുള്ളത്. അവര് ദൈവവിശ്വാസികളാണെങ്കിൽ പോലും അവര് ആത്യന്തികമായിട്ട് അവര് തീവ്ര വിശ്വാസികളല്ല, വിശ്വാസികളാണ്, തീവ്ര വിശ്വാസികളല്ല. അതുപോലെ തന്നെ അവരുടെ തലത്തിൽ ആൾതാമസമുണ്ട്. അവരിതുപോലെയുള്ള പ്രവർത്തികൾക്ക് ഒരു പ്രതിരോധ കോട്ട സൃഷ്ടിക്കും. ആ പ്രതിരോധ കോട്ടയിൽ താറുമാറായി തകർന്നു പോവുക മാത്രമേ BJPക്ക് ഉണ്ടാവുകയുള്ളൂ. BJP ഇനിയും പതിറ്റാണ്ടുകൾ കേരളത്തിൽ കാത്തിരിക്കേണ്ടി വരും ഒരു വളരണമെന്നുണ്ടെങ്കിൽ. പറഞ്ഞു കേൾക്കുന്നു 2 സീറ്റുകളെല്ലാം തിരുവനന്തപുരത്ത് അവർ പിടിക്കുമെന്ന്. സാധ്യതയില്ല, സാധ്യത കാണുന്നില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് കേരളത്തിൽ ഏതായാലും അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാനായിട്ട് സാധ്യതയില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിക്കുന്ന ഭരണവിരുദ്ധ തരംഗത്തിൽ കേരളത്തില് CPM പോലെ തന്നെ ഇടതുപക്ഷത്തെ പോലെ തന്നെ കേരളത്തില് BJPയും തകർന്നടിയുമെന്ന് വിശ്വാസത്തിലാണ് ഞാനും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ചുരുങ്ങിയ ദിവസം നമുക്ക് മുമ്പിലുണ്ട്. ആ റിസൾട്ട് വരുമ്പോൾ കിഴക്ക് അങ്ങ് സൂര്യൻ 4-ാം തീയതി വെള്ളി കയറുമ്പോൾ നമുക്ക് TV-യുടെ മുമ്പിൽ നിന്ന് കാണാം ഇവിടെ UDFന്റെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന്. അതിലേക്കായി നിങ്ങളെവരുടെയും പോലെ ഞാനും സകൂതം കാത്തിരിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടി നിറഞ്ഞ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.